മലയാള സിനിമയുടെ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നമ്മൾ പല എപ്പിസോഡ്സ് ചെയ്തിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പല ന്യൂസ് ആർട്ടിക്കിൾസ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാഗസീനിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പക്ഷേ സിനിമയുടെ ബോക്സ് ഓഫീസ് സക്സസിനെ കുറിച്ചൊന്നുമല്ല, മലയാള സിനിമയിലെ വില്ലന്മാരുടെ ക്ഷാമത്തെപ്പറ്റി, അല്ലെങ്കിൽ വില്ലന്മാരില്ലാതെ മലയാള സിനിമ പ്രതിസന്ധിയിലാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. 1994 തുടക്കത്തിലുള്ള ഒരു അന്ന് ഇറങ്ങിയൊരു മാഗസീനിലാണത്. ഇതിൽ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: രണ്ടാം വരവ് പക്ഷേ വില്ലൻ. ഇത് മറ്റാരെയും കുറിച്ചല്ല, ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻ തോമസ് ആയിട്ട് വന്ന് വിലസിയ രതീഷിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ സിനിമ ഒരു വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ തമാശയാണെന്ന് കരുതിക്കളയരുത്. ശക്തന്മാരായ വില്ലന്മാരുടെ അഭാവമാണ് ഇന്നത്തെ പുതിയ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശക്തനായ വില്ലന്മാർ സിനിമയിലില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നായകൻ്റെ ഇടികൊണ്ട് വശം കെട്ടവരൊക്കെ ഇടിക്കാരായി പ്രൊമോഷൻ നേടിയിരിക്കുകയാണ്. ബാബു ആൻ്റണിയും ക്യാപ്റ്റൻ രാജും ഒക്കെ പുതിയ സ്ഥാനക്കയറ്റങ്ങൾ കയറി. അതായത് ഞാനത് ഫുൾ വായിക്കുന്നില്ല, ഇത് കണ്ടന്റ് ഇതാണ്. അതായത് ആ സമയത്ത് നമുക്കറിയാം, ബാബു ആൻ്റണി വില്ലനായിട്ട് വന്ന് നാടോടി പോലത്തെ സിനിമയിലും കുറച്ച് സിനിമകളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ചിലമ്പ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു. പിന്നീട് കാർണിവൽ എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. അബ്കാരി എന്ന് പറഞ്ഞ, അബ്കാരിയിൽ ഇല്ല എന്ന് തോന്നുന്നു, കാർണിവലിലുണ്ട്. പിന്നെ നാടോടിയിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ വില്ലനായിട്ട് വന്ന് പിന്നീട് ഉപ്പുകണ്ടം ബ്രദേഴ്സും ഗാന്ധാരിയൊക്കെ പോലത്തെ ഒരു സിനിമ എത്തിയപ്പോൾ പിന്നെ ബാബു ആൻ്റണി ഹീറോ ആയിട്ട് മാറി. നമുക്കറിയാം, പെട്ടെന്ന് ജയനു ശേഷം പെട്ടെന്നൊരു സൂപ്പർ സ്റ്റാർഡം ആ ഒരു ലെവലിലോട്ട് എത്തിയ, ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിയ ഒരു നടനാണ് ബാബു ആൻ്റണി. അപ്പോൾ ഇതിലെതിരിക്കുന്ന ബാബു ആൻ്റണിയും ക്യാപ്റ്റൻ രാജുവും ഒക്കെ ഹീറോ ആയിട്ടും ക്യാരക്ടർ റോളുകളിലേക്ക് മാറി. അപ്പോൾ മലയാള സിനിമയ്ക്ക് പറ്റിയ വില്ലന്മാരില്ല എന്നൊക്കെയാണ്. അതായത് വില്ലന്മാരെയൊക്കെ പുറത്തുനിന്ന്, അതായത് മറ്റ് ഭാഷകളിൽ നിന്ന് വില്ലന്മാരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥകൾ വന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഷാജി കൈലാസിൻ്റെ തന്നെ ഇതിനു മുമ്പ് ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ 93 ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നരേന്ദ്രപ്രസാദാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. അതിനു മുമ്പ് മറ്റേ തലസ്ഥാനത്തിൽ വന്ന നരേന്ദ്രപ്രസാദ് വില്ലനായിട്ട് വന്നു. പക്ഷെ പുള്ളി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് അത്യാവശ്യം പ്രായമുണ്ട് നരേന്ദ്രപ്രസാദിന്. അപ്പോൾ ഇവർക്ക് ഈ മോഹൻ തോമസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരാളെ ഇവർ തേടി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് രതീഷ് നമുക്കറിയാവുന്ന സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയമാണ്. അദ്ദേഹം 80s തൊട്ട് മുമ്പ് ഒരു 79 സിനിമയിൽ വന്ന് 81 ആയപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. ഒരു 89, 90 ഒക്കെ ആയപ്പോൾ സിനിമയിൽ നിന്ന് മാറി അദ്ദേഹം വേറെ ബിസിനസ്സും കൃഷിയിലേക്കൊക്കെ മാറി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഷാജി കൈലാസ് ഈ കമ്മീഷണർക്ക് തൊട്ട് മുമ്പ് ചെയ്ത മാഫിയ എന്നുള്ള സിനിമയിൽ ടൈഗർ പ്രഭാകർ എന്ന് പറയുന്ന പുറത്തുനിന്നുള്ളൊരു നടനെയാണ് വില്ലനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഇവർക്ക് ഒരു മലയാളത്തോടുള്ള ഒരു നടൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രതീഷിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ ഇതിൽ പറയുന്ന രതീഷ് കുറച്ച് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ വീണ്ടും നല്ല ഓഫറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ ഒരു ഓഫർ വന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് മോഹൻ തോമസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ രതീഷിൻ്റെ ഒരു ഡയലോഗ്സും ആ ഒരു സീൻസൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ രതീഷ് എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ചും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു മടിയനായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയാറുള്ളത്. കാരണം അദ്ദേഹം ശരിക്ക് ജയൻ്റെ മരണത്തോടു കൂടി, അന്ന് 80 ജയൻ മരിച്ച ശേഷം പിന്നീട് ജയനെ മനസ്സിൽ കരുതിയിരുന്ന പല റോളുകൾ രതീഷിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു തുഷാരം എന്ന് പറയുന്ന ഐ.വി. ശശിയുടെ സിനിമ. ആ ഒരു സിനിമ 81 ഇറങ്ങിയത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം രതീഷ് തന്നെ ഒരു ഏകദേശം 2, 3, 4 വർഷത്തോളം രതീഷ് തന്നെയായിരുന്നു ടോപ്പ് ഹീറോ ആയിട്ട് നിന്നിരുന്നത്. പിന്നെ ഒപ്പം ശങ്കർ ഉണ്ടായിരുന്നു, പിന്നീട് മമ്മൂട്ടി വന്നു. അതിനുശേഷമാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാൽ വില്ലനായിട്ടാണ് വന്നത്. പക്ഷേ രതീഷ് ഒരു 85, 86 ഒക്കെ ആയപ്പോൾ രതീഷിൻ്റെ സ്റ്റാർട്ടം ഒന്ന് കുറഞ്ഞു തുടങ്ങി. നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കൊക്കെ കയറി വന്നു. അപ്പോൾ രതീഷിനെ കുറിച്ച് തന്നെ കുറച്ചു കാലം മുമ്പ് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പഴയ സംവിധായകൻ പി ചന്ദ്രകുമാർ, അദ്ദേഹം മോഹൻലാലിനെ വെച്ച് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഉയരും ഞാൻ നാടാകെ എന്ന് പറയുന്നൊരു സിനിമ രതീഷിനെ വെച്ചാണ് അദ്ദേഹം ആലോചിച്ചത്. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചന്ദ്രകുമാറിൻ്റെ തന്നെ മറ്റൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി മോഹൻലാൽ പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ നടന്നിട്ട് എനിക്ക് ആ റോള് വേണം എന്ന് പറഞ്ഞ് ഒരു ആദിവാസിയുടെ റോളാണ്. അപ്പോൾ ലാലേട്ടൻ അതേപോലെ തന്നെ ഒരു ആദിവാസിയെ പോലെ ഒരു വേഷമൊക്കെ കെട്ടി ഇവരുടെ കരിയൊക്കെ തേച്ച് ഡയറക്ടർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഡയറക്ടറുടെ പിന്നാലെ നടന്ന ആ റോള് വാങ്ങിയെടുത്തതാണ്. അപ്പോൾ ഒന്ന് ചന്ദ്രകുമാർ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ റോള് രതീഷിനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഷൂട്ട് തുടങ്ങാറായിട്ട് ഒരു രതീഷ് എന്താണ് ക്യാരക്ടർ എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള
അപ്പോൾ രതീഷിനെക്കാട്ടും ഡെഡിക്കേഷൻ ലാലേട്ടന് ഉള്ളതുകൊണ്ടാണ് അന്ന് ലാലേട്ടൻ ആ റോള് കൊടുത്തത് എന്ന് പറയാനുള്ളത്. പിന്നീട് ഒരിക്കൽ സായികുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സായികുമാർ നമുക്കറിയാം റാംജി റാവു പോലെ വന്നൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന് എല്ലാവരും വിചാരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മടിയൊക്കെ തന്നെയായിരിക്കും. അദ്ദേഹം അങ്ങനെ അവസരങ്ങൾ തേടി പോകുന്ന ഒരാളായിരുന്നില്ല. വന്ന അവസരങ്ങൾ ചെയ്തു, പക്ഷെ അതിൽ കുറേ നല്ലതല്ലാത്ത കുറേ റോളുകളൊക്കെ ചെയ്തിട്ട് അത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല റോളുകൾ വരുമ്പോഴും അദ്ദേഹം ചെയ്യില്ല, അദ്ദേഹം ഉഴപ്പി കളിക്കുന്നു പറയുമ്പോൾ പലരും പറഞ്ഞു നീ എന്താ രതീഷ് ആവുകയാണോ, രതീഷിന് പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സായികുമാർ പറഞ്ഞത് രതീഷ് ഇതുപോലെയാണ്, പലപ്പോഴും അവസരങ്ങളൊക്കെ ആൾക്കാർ അഡ്വാൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അതൊന്നും വാങ്ങാതെ ഉഴപ്പി നടക്കുക, പുള്ളിക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഇല്ലാതെ നടന്നിരുന്നു എന്നുള്ള രീതിയിലാണ് രതീഷിനെ കുറിച്ച് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഒരു 91 അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് രതീഷാണ്. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടിൻ്റെ പ്രൊഡക്ഷനിൽ പ്രശ്നം വന്നപ്പോൾ ഗുഡ് നൈറ്റ് മോഹനാണ് അത് ഏറ്റെടുത്തത്, ഗുഡ് നൈറ്റ് ഫിലിംസ് ആണ് അത് തിയേറ്ററിൽ ഇറക്കിയതൊക്കെ. പിന്നീടാണ് രതീഷ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കമ്മീഷനിലൂടെ വന്നെങ്കിലും കുറച്ച് കാലം സിനിമകളിൽ വിലസിയെങ്കിലും പിന്നെയും അദ്ദേഹം വീണ്ടും സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു. പിന്നെ കുറച്ച് നമുക്ക് രാവണപ്രഭു അതുപോലെ തന്നെ ശിവം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ട്. പിന്നെ ശിവമാണ് അതിൻ്റെ ലാസ്റ്റ് സിനിമ. പിന്നെയാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ 48 വയസ്സോ 49 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. രഞ്ജി പണിക്കർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലേലം എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു റോളിന് രതീഷിനെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രതീഷിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഫോണിൽ കിട്ടി, പക്ഷേ രതീഷ് എവിടെയാണെന്ന് പോലും കൃത്യമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, രതീഷിനെ രഞ്ജി പണിക്കർ തിരിച്ചു വിളിച്ചപ്പോൾ എവിടെയാണെന്ന് പോലും പറഞ്ഞില്ല. അദ്ദേഹം ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ആ റോൾ എനിക്ക് തോന്നുന്നു അതിൽ ആ വില്ലന്മാരുടെ കേൾക്കണം, അതിൽ കുറേ വില്ലന്മാരുണ്ടല്ലോ, സ്ഫടികം ജോർജും എന്നെ ഫർഗീസൊക്കെ ചെയ്ത് അതിലേതെങ്കിലും ഒരു റോളായിരിക്കാം. അപ്പോൾ നല്ലൊരു വേഷമാണ് രതീഷിനും നഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു റൈറ്റപ്പ് കണ്ടപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി രതീഷ് തിരിച്ചു വരുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ആ ഒരു തിരിച്ചുവരവ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും അദ്ദേഹത്തിൻ്റെ റോള് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷനും രതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമകളെക്കാട്ടും കൂടുതൽ കമ്മീഷണർ തന്നെയായിരിക്കും. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും രതീഷ് എന്ന് പറഞ്ഞ നടൻ്റെ സിനിമകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മക്കൾ സിനിമയിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് മകൾ മധുരനാരങ്ങ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് അവർ കല്യാണം കഴിഞ്ഞ് പോയി. മകൻ പത്മരാജ് രതീഷ് സിനിമകളിലുണ്ട്. അപ്പോൾ എന്തായാലും രതീഷിന് സാധിക്കാത്തത് മകന് സാധിക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.